ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മിസ്? 55 ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ സ്ഥലത്ത് താമസിച്ച ആളുകൾ കപ്പടിക്കാൻ കഴിവുള്ള ആരെന്ന് തോന്നുന്നു? ജാസ്മിൻ അടിക്കും, ഉറപ്പ്. അടിക്കട്ടെ. ശരിക്കും ട്രോളായിട്ട് വായകൾ എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കാൻ സമയമാണ്. ഗബ്രിന്റെ ലൈഫിൽ ഇത് ബാധിക്കും തോന്നുന്നുണ്ടോ? നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും സദാചാരത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല ഗെയിമിന്റെ ഇതുണ്ടല്ലോ. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഗെയിം കളിക്കണം എന്നുള്ള ആഗ്രഹത്തോട് മുമ്പ് പോയതാണ്. 55 ദിവസം നിൽക്കാൻ പറ്റും. പ്രതീക്ഷയിൽ കൂടുതൽ ഞാൻ ആക്ച്വലി നിന്നു വേണമെങ്കിൽ പറയാം. 100 ഡേയ്സ് നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ 55 ഡേയ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു അവിടെ നിന്ന് ശരിക്കും മൈൻഡ് ഓക്കെ ആയോ ഇപ്പോ? ഇല്ല, അത് സമയമെടുക്കും. കാരണം നമ്മൾ 55 ദിവസം വേറിട്ട് ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തൊന്ന് ഓക്കെ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിന്റെ ഇപ്പൊ ഔട്ടാവേണ്ട ആളല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ട് കാര്യമില്ല. അത് പ്രേക്ഷകർക്ക് തോന്നിയാലല്ല അതിന്റെ കാര്യമുള്ളൂ. അതായത് ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് പ്രേക്ഷക വിധി തേടിയിട്ടാണ്. പ്രേക്ഷക വിധിയിലാണ് അങ്ങനെ ഔട്ടായത്. അപ്പോൾ ഓബിയസ്ലി അത് പ്രേക്ഷക വിധിയാണ്. അല്ല, ശരിക്കും എല്ലാവരും പറയണേ ഗബ്രി കുറച്ച് കളിക്കുന്ന ആളായിരുന്നു. ഗബ്രി പോയി കളിക്കാത്ത ആൾക്കാരോട് കളിക്കുന്നവർ ഇനി ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് നമുക്ക് വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും കുറച്ച് ഈ ജാസ്മിനായിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പൊ എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അത് കോൺട്രാക്ട് എനിക്ക് മറ്റൊരു അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റും. അല്ല, ഈ നമുക്ക് വേറൊരു ദിവസം എന്തായാലും ഒരു ഇന്റർവ്യൂ പോയപ്പോൾ ജാസ്മിൻ ഒരുപാട് കരയും കാര്യങ്ങളും പേര് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത് ഞാൻ വിട്ടുപോയതാണ്. സത്യം പറഞ്ഞാൽ മറന്നുപോയത്. ആ സമയത്ത് ലാരന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നമുക്ക് പെട്ടെന്ന് പേര് ബാക്കി എല്ലാവരും പേരൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല. ഒരാളുടെ പേര് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരും പേര് പറഞ്ഞു. അങ്ങനെ വിട്ടുപോയതാണ്. ഈ സിബിന്റെ കേസ് ഞാൻ ഇതിന്റെ ഒരു സ്ഥാനം പുറത്തിറങ്ങിയിട്ട് അപ്ഡേറ്റ് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നു, കുളിച്ചു, നേരെ ഇവിടെ വന്നു, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ട്രോളുകളും കാര്യങ്ങളൊന്നും കണ്ടില്ലേ? കുറച്ചൊക്കെ എങ്ങനെയുണ്ട്? ഏതെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അത് എനിക്ക് ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവ് സൈഡുകൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിമിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്റെ ആവശ്യം ആളുകളിലേക്ക് എന്റെ ഫേസ് എത്തിക്കുക, അതായത് കേരളത്തിലെല്ലാവരും എന്നെ അറിയാന്നുള്ളതായിരുന്നു. അത് ഞാൻ നേടിയെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ബിഗ് ബോസ് എന്നുള്ള ഷോന്റെ ഉള്ളിൽ പോകുമ്പോഴേ എങ്ങനെ പ്ലേ ചെയ്യേണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കോൺട്രവേഴ്സീസും വിവാദങ്ങളും ഉണ്ടാവുന്ന ഓൾറെഡി അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അറിയാമായിരുന്നു ഓരോ സാഹചര്യം വരുന്ന സമയത്ത്? കോൺട്രവേഴ്സി അല്ല, ചില കാര്യങ്ങൾ ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ അത് സദാചാരത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല ഗെയിമിന്റെ ബേസിക് തീം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എന്റെ നിലപാടിലാണ് നിന്നത്. നാട്ടുകാരുടെ ഒക്കെ എങ്ങനെയുണ്ട് ശരിക്കും ഒരു? ഇപ്പൊ ഞാൻ സാധാരണ ഇവിടെ ഇതേപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇതിക്കൂടെ തന്നെ നടന്ന പയ്യനാണ്. പക്ഷെ ഇപ്രാവശ്യം വന്ന ആളുകൾ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും. എനിക്ക് ഭയങ്കര ഉറപ്പുകളാണ്. അതായത് നമ്മുടെ സ്വന്തം പള്ളി, നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ. അതിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മിസ്? 55 ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ സ്ഥലത്ത് താമസിച്ച ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ തന്നെയല്ലേ നമ്മൾ മിസ് ചെയ്യുക. അപ്പോൾ ഓബിയസ്ലി അത് തന്നെയാണ് ഇതിലിപ്പോ സംബന്ധിച്ചാൽ ജാസ്മിന് ഹൈജീനെ പറ്റി പുറത്തിറങ്ങിയ ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് വിമർശിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടാണെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ എനിക്ക് ഇന്റർവ്യൂസ് വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല. എന്താ പുറത്ത് വന്നേനെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അകത്തുള്ള പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കണേ. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ഇന്റർവ്യൂ. ഞാൻ വെച്ചിട്ട് ഇപ്പൊ ഇതില് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇപ്പൊ ജീവിതത്തിൽ ഇപ്പൊ നെഗറ്റീവാണ് പുറത്തു പോയെങ്കിൽ ഗബ്രിന്റെ ലൈഫിൽ ഇത് ബാധിക്കും തോന്നുന്നുണ്ടോ? നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും നെഗറ്റിവിറ്റി എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിക്കുന്നത്. അത് പോസിറ്റിവിറ്റി വെച്ച് ബാലൻസ് ചെയ്യുന്നതാണല്ലോ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. ഇനി എന്താ പ്ലാൻ എന്താ ഗബ്രി ചെയ്യും? അല്ല, കുറെ ക്ലാരിഫിക്കേഷനേ നമ്മള് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മലയാളീസ് ഒരുപാടുണ്ട്. അത് അറിയത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് നോക്കും ഗബ്രിയലിന് മനസ്സിലാവും. അപ്പോൾ ശരിക്കും ഈ പ്രണയം എന്നതിനെ കുറിച്ച് ഗബ്രിയൽ എന്ന പേഴ്സൺ എന്താണ് അഭിപ്രായം? അത് പറയാൻ പറ്റില്ല. മാനസികാവസ്ഥയിലല്ല ഇപ്പം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭയങ്കര ടയറാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് കുറേ നാളായിട്ട് അവൻ്റെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വരില്ലായിരുന്നു. ഞാൻ ഭയങ്കര ടയറാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിച്ച് പോകണമെന്നുള്ള മൈൻഡിലാണ് വന്നത്. തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്? ഉറപ്പായിട്ടും 100 ദിവസം നിൽക്കാൻ പറ്റിയ 100 ദിവസം അതിൻ്റെ അത് നിൽക്കണം തന്നെയാണ്. ഇതിനൊരു ഫണ്ട് ക്വസ്റ്റ്യൻ 100 ദിവസം ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത്. വെറും 2 പെട്ടികളായിരുന്നു എയർപോർട്ടിൽ നിന്ന് വന്ന കയ്യിലുണ്ടായിരുന്നു. പെട്ടി ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഞാൻ വീടിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ
അപ്പൊ ബാക്കിയൊക്കെ എങ്ങനെയാണ്? ബാക്കിയെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നു. എനിക്ക് അങ്ങനെ മറ്റേ പോലെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂം അങ്ങനത്തെ പരിപാടി ഇല്ല. ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇട്ട ഒരു ഈശ്വരന്റെ പോലത്തെ ഒരു ടീഷർട്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് കത്തിച്ചാളെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഞാൻ നിർത്തിയത്. അല്ലെങ്കിൽ അത് ഞാനൊരു 6 വർഷം ശരിക്കും ട്രോളായിട്ട് വായകൾ എത്ര ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ്. അല്ല, ആ സമയത്ത് ഗബ്രിന്റെ ഫേസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ശരിക്കും. വളരെ ആവശ്യമുള്ള ഒരു പ്ലാൻ തന്നെ. ശരി, ലാസ്റ്റ് അവിടെ ഉള്ള ഇപ്പൊ കപ്പടിക്കാൻ കഴിവുള്ള ആരെന്ന് തോന്നുന്നു? ജാസ്മിൻ അടിക്കും, ഉറപ്പ്. അടിക്കട്ടെ. അവിടെ വാഴകൾ വല്ലതും ഉണ്ടോ ഇപ്പൊ നിലവില്? 9 ഉണ്ട്. ശരി ശരി.